ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. തീ പോലും കത്തിക്കണ്ട കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാൻ, അത്രക്കും ഈസിയാണ്. സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി ടൈം എടുക്കണമല്ലോ, പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 8 ബ്രെഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് വലിയ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ അരികുവശം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ അരികുവശം ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ ബ്രെഡിൻ്റെയും അരികുവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 8 ബ്രെഡ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ടും വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. 3/4 കപ്പ് വെള്ളത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ തീ പോലും കത്തിക്കാതെയാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. നമ്മളിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ചോക്ലേറ്റ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചോക്ലേറ്റ് കോമ്പൗണ്ട് വാങ്ങിയതാണ് കേട്ടോ, വൈറ്റ് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഇത് 2 പീസ് ഉണ്ട്, ഇത്രയൊന്നും വേണ്ടി വരില്ല, നമുക്ക് ഒരു പീസൊക്കെ മതിയാകും. അപ്പോൾ നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്കി ബാറിൻ്റെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് 1-2 വാങ്ങി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വലിയ ഹോളിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പീസേ മാത്രമേ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് ഗാർണിഷ് ചെയ്യാനും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ 350 ഗ്രാം വിപ്പിംഗ് ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റിച്ച് ഗോൾഡ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അത് ഷുഗറൊന്നും ചേർക്കേണ്ട, ആൾറെഡി അതിൽ ഷുഗർ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്ര വിപ്പിംഗ് ക്രീം വേണമെന്നൊന്നുമില്ല, നമ്മളിപ്പോൾ കുറച്ച് ബ്രെഡൊക്കെ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ എങ്ങനെയാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ബ്രെഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട്. കേക്ക് ബോർഡ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് പ്ലേറ്റിലൊക്കെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ വിപ്പിംഗ് ക്രീം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ബ്രെഡ് ഇതുപോലെ ഒരേ ലെവലിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ പല സൈസിലുള്ള ബ്രെഡാണ് കേട്ടോ, അതുകൊണ്ട് കറക്റ്റായിട്ട് നിൽക്കുന്നൊന്നുമില്ല, എന്നാലും പ്രശ്നമല്ല. ഇനി ബ്രെഡ് നല്ല പോലെ ഒന്ന് വെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഇതുപോലെ ഇതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുക. ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ഇതുപോലെ ആക്കിയാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം ഈ ബ്രെഡിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുക. ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ആക്കിയാൽ മതി കേട്ടോ, കുറച്ച് കൂടുതലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുകളിൽ വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് സേവിങ്സ് ആണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ ആകുമ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നല്ലോണം വേണം. അപ്പോൾ ചെറുതായിട്ട് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും 2 ബ്രെഡും കൂടി ഒരേ ലെവലിലൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഷുഗർ സിറപ്പ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് തീരുന്നത് വരെ ഇതേ ഒരു പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ സെയിം ഒരേപോലെ തന്നെ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഇതുപോലെ ആദ്യം ബ്രെഡ് വെക്കുക, ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക, അതിനുശേഷം വിപ്പിംഗ് ക്രീം ആക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സേവിങ്സ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഇപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റത്തതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ബ്രെഡിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കിയതിന് ശേഷം വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കണം കേട്ടോ. നല്ല പോലെ വിപ്പിംഗ് ക്രീം സൈഡിലും മുകളിലും നല്ല കട്ടിക്ക് തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ കട്ടിംഗ് ബോർഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഞാനൊന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് സേവിങ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് കേക്ക് ഗാർണിഷ് ചെയ്തെടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീമൊക്കെ ബാക്കി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെറും ചോക്ലേറ്റ് ഷേവിങ്സ് വെച്ചിട്ടാണ് കേക്ക് ഗാർണിഷ് ചെയ്യുന്നത്. മുകളിലും സൈഡിലൊക്കെ ചോക്ലേറ്റ് സേവിങ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്.
പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ ആകുമ്പോൾ ചെറി നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ചെറി വെച്ചിട്ടാണ് ഈ കേക്ക് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പൈപ്പിംഗ് ബാഗൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നാണ് കേട്ടോ വിജയെ തിരഞ്ഞെടുക്കുക. ഒരാളെയാണ് വിജയായിട്ട് തിരഞ്ഞെടുക്കുക. ആ ആൾക്ക് ഓവനാണ് സമ്മാനമായിട്ട് നൽകുക. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്